الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله مولانا العظيم. اعملوا بطاعة الله واتقوا معاصي الله ومروا أولادكم بامتثال الأوامر واجتناب النواهي فذلكم وقايتهم من النار. قال رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. എല്ലാ ശർറുകളും അള്ളാഹു തട്ടിമാറ്റി ദൂരത്താക്കട്ടെ. നാം എപ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു ചിന്തയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ സതുപദേശിക്കുന്നത്. നമ്മൾ സ്വന്തം കാര്യം മാത്രം ആലോചിക്കുക, സ്വന്തത്തിൻ്റെ കാര്യത്തിൻ്റെ പുരോഗതിക്ക് മാത്രമായി പ്രവർത്തിക്കുക എന്നതിന് പകരം ചില ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളും ഒക്കെയുള്ളത് ഓർമ്മിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആവശ്യമായ അറിവുകൾ നേടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ആ വിഷയങ്ങളോട് ചേർത്ത് വെച്ച് പറയാണ്, മോനെ, ഈ പറഞ്ഞതൊക്കെ നിനക്ക് മാത്രമല്ല, നിന്റെ ആശ്രിതരായിട്ട് കുറച്ച് ആളുകളുണ്ട്, അവർക്ക് കൂടി ഇത് ബാധകമാണ്. അനിവാര്യമായ കാര്യങ്ങൾ പഠിക്കൽ നിനക്ക് നിർബന്ധമുള്ളതുപോലെ നിന്നെ ആശ്രയിച്ച് കഴിയുന്ന നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും അവർക്കും നീ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അത് നിന്റെ നിർബന്ധമാണ്. ഒറ്റക്ക് ഞാന് ആ ചിന്ത അല്ല. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടികളെ കാക്കണം, വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ തടികളെയും കാക്കണം, നരകത്തെ തൊട്ട് കാക്കണം. അപ്പൊ നിങ്ങളും നരകത്തേക്ക് പോകരുത്, നിങ്ങളുടെ ഭാര്യ മക്കളും നരകത്തേക്ക് പോകരുത്. ഏതാണ് ആ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിലെ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യ ശരീരങ്ങളും കല്ലുകളുമാണ്. അലൈഹാ മലായിക, അതിന്റെ സമീപത്ത് മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദ്, കഠിന ഹൃദയരും കടുപ്പമേറെ പ്രകടിപ്പിക്കുന്നവരുമായ വിഭാഗം മലക്കുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഈ പറയപ്പെട്ട സെല്ലിന്റെ ഭാഗത്തുണ്ട്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അവരുടെ ഉത്തരവാദിത്തം എന്താ? അല്ലാഹ് അവരോട് കൽപ്പിച്ചതിനൊന്നും അവർ എതിരായി പ്രവർത്തിക്കൂല. വയഫഅലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലർത്തുന്ന ആളുകളാണ് മലക്കുകൾ. ആ മലക്കുകളാണ് അതിന്റെ അടുത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് മോനെ, നീയും നരകത്ത് പോകാതെ കാക്കണം. നിന്റെ തടിയെ, നിന്റെ അഹ്ലിന്റെ തടിയെയും കാക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഅ്മലൂ ബിതാഅത്തില്ലാഹ്, അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ കർമ്മം നിരതരാവണം, അമല് ചെയ്യണം. അള്ളാഹുവിന്റെ വിധിയും വിലക്കുകളും അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അപ്പൊ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അമലിൽ കൊണ്ടുവരണം. നിർബന്ധമുള്ള കാര്യങ്ങൾ, സുന്നത്തുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൊണ്ടുവരണം. പടച്ചോൻ കൽപ്പിച്ചതാണ്, അതുകൊണ്ട് ചെയ്യണം. അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശമുള്ളതാണ്, അത് നമ്മൾ ചെയ്യുന്നത്. ആ നിലക്ക് നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു എന്ന നിലയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം.
അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം, അതുണ്ടാകാതിരിക്കണം. അള്ളാഹ് വിലക്കിയതാ, ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കണം. തിരുദൂതർ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുകയും വേണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ മക്കളോട് നിങ്ങൾ കൽപ്പിക്കുകയും വേണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വെടിയാനും അവരോട് നിങ്ങൾ കൽപ്പിക്കണം. അപ്പൊ നമുക്കുള്ളതുപോലെ ബാധ്യത നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമുക്കുണ്ട്. ഫദാലിക്കും, ഇങ്ങനെ ചെയ്യുന്നതാണ് വിഖായത്തുഹും മിനന്നാർ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ അവരെയും നരകത്തെ തൊട്ട് കാക്കണോന്ന് പറഞ്ഞില്ലേ, ആ കാക്കലിന്റെ രീതി ഇങ്ങനെയാണ്. ഫദാലിക വിഖായത്തുഹും മിനന്നാർ, അവരെ നരകത്തെ തൊട്ട് കാക്കുന്നതിന്റെ രീതി ഈ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു വിലക്കിയത് വർജിക്കാനും വേണ്ടി മക്കളോട് കൽപ്പിക്കാൻ. അപ്പൊ നമ്മൾ സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ അവരോടും ഇതേപോലെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ അവരോട് പ്രേരിപ്പിക്കണം, കൽപ്പിക്കണം. 7 വയസ്സ് വരെയാണ് ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. 7 വയസ്സാകുന്നതോടുകൂടി ബകതിരിവും ബുദ്ധിയും ഒക്കെ വളർന്നു തുടങ്ങും നന്നായിട്ട്. ആ സമയം മുതൽക്ക് തന്നെ നമ്മൾ കുട്ടിയെ ശീലിപ്പിക്കണം. അതാണ് 7 വയസ്സായാല് നിസ്കാരം കൊണ്ട് നിങ്ങൾ കുട്ടികളോട് കൽപ്പിക്കണം, ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അടുത്ത് നിർത്തിയിട്ടൊക്കെ അവരെ നിസ്കരിപ്പിക്കണം. 7 വയസ്സായ ചിലപ്പോൾ ആളുകൾ 2-ാം വയസ്സിൽ തന്നെ തുടങ്ങുന്നുണ്ട് ഇതൊക്കെ. ഇത് അനാവശ്യമാണ്. എന്നിട്ട് അങ്ങനെ ആ കുട്ടികളെ പള്ളിയിലേക്ക് ഓരോ കൂടെ കൊണ്ടുവരിക, സഫിൽ നിർത്തുക, എന്നിട്ട് ആ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുക, പ്രശ്നം ഉണ്ടാക്കുക. ഇതാണ് ചിലരും വിചാരിക്കണം. അങ്ങനല്ല. 7 വയസ്സായാൽ അതുവരെ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ കോന്തല കുടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ അങ്ങനെ ശീലിച്ചു വരട്ടെ. 7 വയസ്സായാലും വാപ്പാന്റെ ശ്രദ്ധ ഉണ്ടാകണം. ആ കുട്ടി നിസ്കരിക്കുന്നുണ്ടോ, നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടോ, നിസ്കാരത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ശീലിച്ചു. പ്രായപൂർത്തി എത്തിയാൽ മുതലേ നിർബന്ധമാവുള്ളൂ ആൾക്ക്. പക്ഷെ കുട്ടിക്കാലം 7 വയസ്സ് മുതലേ ആ കുട്ടിയെ പരിശീലിപ്പിക്കണം. ഏതൊക്കെ വിഷയത്തിൽ? അള്ളാഹ് കൽപ്പിച്ച കാര്യം ചെയ്യുന്ന വിഷയത്തിലും അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിലും ആ കുട്ടികളെ ശീലിപ്പിക്കണം. അങ്ങനെയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സക്കാത്തിന്റെ മുതലായി കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴ കൂമ്പാരത്തിൽ നിന്ന് ആ കുട്ടികൾ പോയിട്ട് ആർത്തിയോട് കൂടിയിട്ട് വായിലിട്ടു. ചെറിയ മക്കളാണ്. അള്ളാന്റെ റസൂല് വേഗം വന്നിട്ട് ആ കുട്ടികളുടെ വായിലിട്ടത് എടുത്ത് പുറത്തേക്ക് തുപ്പിച്ചു. അത് കഴിക്കേണ്ട മോനെ, തുപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളോട്, മക്കളെ ഇത് നമുക്ക് പറ്റൂല കേട്ടോ, അതായത് സക്കാത്തിന്റെ മാല് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മക്കളാണെങ്കിൽ പോലും കഴിക്കരുത്. അങ്ങനെയാണ് മക്കളെ ശീലിപ്പിച്ചത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്തതിനെ തൊട്ട് കുട്ടികളെ വിലക്കുകയും വേണം, നിർബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും വേണം. ഇതും ബാപ്പാന്റെ കടമയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ അഹലുകാരെയും കാക്കണം എന്ന് ഖുർആൻ പറഞ്ഞത് യാഥാർത്ഥ്യമാകുക. അപ്പൊ നമ്മൾ അറിവ് ആർക്കും കൊടുക്കണം? കുടുംബത്തിന് കൊടുക്കണം, ഭാര്യക്കും മക്കൾക്കും ഒക്കെ അറിവ് കൊടുക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും മക്കളും അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിശ്വസിച്ച് ഏൽപ്പിച്ച സ്വത്താണത്. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഭംഗം, ഒരു തകരാറ്, ഏതെങ്കിലും ഒരു വീഴ്ച ആ മേഖലയിൽ വരാൻ പാടില്ല. ഖുർആൻ ആയത്ത് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ്. നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നോക്കണം. കാരണം കുടുംബം നിങ്ങൾക്കുള്ള അമാനത്താണ്. അത് വിശദീകരിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞത് എന്താ? അവരെ നരകത്തെ തൊട്ട് കാക്കുന്നതിന്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ അവർക്കും നമ്മളത് ബാധകമാക്കി അതേപോലെ നിർവഹിക്കുക. അപ്പോ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട നിർബന്ധം ആർക്കാ? ബാപ്പക്ക്. ഇനി ഭാര്യയ്ക്ക് അറിവില്ല, എന്നാൽ ഈ ഭാര്യയ്ക്ക് അറിവ് കൊടുക്കേണ്ടത് ബാധ്യത ആർക്കാ? ഭർത്താവിന്. അങ്ങനെയാണ് നിർബന്ധം. ഏതാണ് ഈ അറിവ്? അവർക്ക് അനിവാര്യമായിട്ടുള്ള അറിവ്, മതപരമായിട്ടുള്ള അറിവ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അനിവാര്യമായിട്ടുള്ള അറിവ് കൊടുക്കേണ്ടത് വാപ്പയാണ്. അപ്പൊ വാപ്പ ആരാകണം? അറിവുള്ള ആളാകണം എന്ന് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ വാപ്പമാരും അറിവുള്ള ആളുകളാണ്. പഴയകാല പണ്ഡിതന്മാരെ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനം ഉണ്ടായത്. അവർ തുടക്കം മുതൽ പഠിച്ചത് ആരുടെ അടുത്ത് തന്നെ? വാപ്പാന്റെ അടുത്ത് തന്നെയാണ്. വാപ്പയാണ് അവിടെ പഠിപ്പിച്ചത്. ഇന്നിപ്പോ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു പൊതു സംവിധാനമാണ് കുട്ടികൾക്ക് അറിയാൻ അനിവാര്യമായിട്ടുള്ള ഫർള് ഐനായ, ഫർള് കിഫായത്തായ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം സ്വന്തം ബാപ്പക്കത് നിർവഹിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം സമൂഹത്തിൽ വന്നപ്പോ അതിന് സാമൂഹികമായി കണ്ടെത്തിയിട്ടുള്ള മാർഗമാണ് നമ്മുടെ മദ്രസ സംവിധാനം. എല്ലാ മഹല്ലുകളിലും
പള്ളിയുടെ കീഴിൽ മദ്രസ ഉണ്ട്. ഈ മദ്രസ എന്തിനാ? ഈ പ്രാഥമിക പഠനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വന്തം വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്നത് പിന്നെ പ്രായോഗികമല്ലാതെ വരുമ്പോ അതിന്റെ പ്രായോഗികമായ മാർഗം മദ്രസയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഇനി ഒരു ഭാര്യക്ക് അറിവില്ലാത്തതുണ്ടോ, അനിവാര്യമായ കാര്യം പഠിക്കാത്തതുണ്ടോ, എന്നാൽ ഭർത്താവ് സ്വന്തം പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കാൻ അവസരം ഒരുക്കി കൊടുക്കണം. ഇതാ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞു കേട്ടോളൂ, വേഗം വായിച്ചിട്ട് പറയാം. നീ സ്വന്തം പഠിക്കൽ നിർബന്ധമുള്ളതുപോലെ നിന്റെ ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കലും നിനക്ക് നിർബന്ധമാണ്. അതേപോലെ നിന്റെ രക്ഷാകർത്തൃത്വത്തിൽ വളരുന്ന വേറെ ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ പെങ്ങളെ ഭർത്താവ് മരിച്ചുപോയി, ആ പെങ്ങളെ മക്കളുണ്ട്, അത് നോക്കാൻ ആരുമില്ല, അങ്ങനെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല. അപ്പൊ ആ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ്. അവർ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിന്റെ ബാധ്യതയാണ് അറിവുള്ള ആളത്തേക്ക് അങ്ങോട്ട് പോയി പഠിക്കാൻ പോകാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. ഭാര്യയോട് പറഞ്ഞു പോയി ക്ലാസ്സിന് പോകണം, അതിന് പോയിട്ട് പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോകണം, പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് അറിവുള്ള ആളത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കൽ നിർബന്ധമാണ്. അവരിൽ നിന്ന് അവർ പഠിക്കട്ടെ, അവർക്ക് ഫർളായ അളവ് അവർ പഠിച്ചെടുക്കട്ടെ. ഇല്ല, അല്ലാത്ത പക്ഷം നീ കുറ്റക്കാരനാകും. അവർ കുറ്റക്കാരാണ്. പ്രായപൂർത്തിയെത്തിയ ആളുകളാണല്ലോ, അവർക്കും ബാധ്യതയുണ്ട് എന്നാണ് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നത്. നമ്മൾ ഈ ആണുങ്ങൾക്ക് ക്ലാസ്, പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകൾ വെക്കുന്നത് എന്തിനാ? അതിൽ കൂടുതലും ഫർളായ കാര്യം മാത്രമായിരിക്കുമല്ലോ, കൂടുതലും ഫർള് കിഫായത്താണ്. എന്നാൽ ഇടയ്ക്ക് ഏതും വരും, ഫർളായാലും വരും. അപ്പൊ ഈ ക്ലാസ്സിനൊക്കെ പങ്കെടുത്താൽ ഇതുപോലെ അടിസ്ഥാനപരമായി ഭാര്യമാർ അറിയേണ്ടത് അവർക്ക് പഠിക്കാൻ കഴിയും, മക്കൾ അറിയേണ്ടത് അവർക്ക് പഠിക്കാൻ കഴിയും, ആണുങ്ങൾക്ക് പഠിക്കേണ്ടത് അവരുടെ ക്ലാസ്സിൽ നിന്ന് കഴിയും. ഇങ്ങനെ നമ്മൾ ആ മാർഗങ്ങൾ നമ്മൾ തേടണം എന്നാണ്. അപ്പൊ മദ്രസയിലെ പറഞ്ഞയച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കൽ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താ നിർബന്ധമാണ്. പക്ഷെ ചിലരുടെ വിചാരം അത് കമ്മിറ്റി നടത്തി തരേണ്ട ഒരു ബാധ്യതയാണ്, നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്, അതുപോലെ നടത്തണമെന്നുള്ള. കമ്മിറ്റി നടത്തുന്നത്, കമ്മിറ്റി അതിന് മുൻകൈ എടുത്തിട്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ബാധ്യത ആരുടെ? നമ്മുടെതാണ്. അതുകൊണ്ട് പല രക്ഷിതാക്കളും കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കും. മാസമൊക്കെ ഈ ഫീസ് മാസത്തിൽ കൊടുക്കേണ്ട വരിസംഖ്യ ഉണ്ടല്ലോ, അത് കൊടുക്കുന്ന നേരത്തിൽ ഭയങ്കര ഒരു മടിയാണ്. വരിസംഖ്യ പെൻഡിങ്ങിലുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരിക്കലും വരിസംഖ്യ പെൻഡിങ് ആകാൻ പാടില്ല. കാരണം എന്താ? അത് നമ്മൾ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് പഠിപ്പിക്കണം. അപ്പൊ അതിന് കൂലി നമ്മൾ എന്താക്കണം? കൊടുക്കണം. ആ കൂലി പറഞ്ഞു വാങ്ങാൻ അവകാശമുണ്ട്. നിന്റെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഇത്ര രൂപ ഫീസ് വേണം എന്ന, മാസത്തിൽ ഇത്ര ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ അധികാരമുള്ള ഒരു മേഖലയാണ്. അത് അത്രയും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അത് രക്ഷിതാക്കൾ അതിൽ ആനന്ദം കാണിക്കാൻ പറ്റില്ല. കേബിൾ കണക്ഷന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഫീസൊക്കെ മാസം കൃത്യമായിട്ട് നമ്മൾ അടച്ചു പോകുന്നുണ്ട്. പക്ഷെ പള്ളിക്കും മദ്രസക്കും കൊടുക്കേണ്ട വരിസംഖ്യ മാത്രം പെൻഡിങ്. അത് കൊല്ലങ്ങളോളം നോക്കുക. എന്നിട്ട് ഏതെങ്കിലും അയാൾ എപ്പോഴെങ്കിലും മരിക്കേണ്ടി വരിക, മരിച്ചിട്ട് മയ്യത്ത് വെച്ചിട്ട് ഇത് അടക്കണമെങ്കിൽ പൈസ തരണമെന്ന് പറയേണ്ടി വരിക. ഈ ഒരു സാഹചര്യം ആലോചിക്കുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മാസം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട നിർബന്ധ ബാധ്യത നമ്മിലാണ്. നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് മറ്റുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ അതിന് കാശ് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് പെൻഡിങ് ആകാൻ പാടില്ല, വൈകാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത സംഗതികൾക്ക് മുടങ്ങാതെ മാസം കാശ് കൊടുക്കുന്നുണ്ട്. നെറ്റ് കയറ്റിയിട്ടില്ലെങ്കിൽ ഓർക്കം വരില്ല, മക്കൾക്ക് ഉറക്കം വരില്ല, ഞമ്മക്ക് ഉറക്കം വരില്ല. പക്ഷെ ഈ നിർബന്ധ കാര്യത്തിന് പൈസ കൊടുക്കുന്നിടത്തിൽ ഭയങ്കര പ്രയാസം നമുക്ക് തോന്നാം. ഈ ഒരു വിരോധാഭാസം നമ്മൾ മാറ്റിയെടുക്കുകയും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധവും ഉണ്ടാകണം എന്നാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ നൽകിയ സതുപദേശങ്ങളിലൊന്ന്. അല്ലാഹുവേ, നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് നീ ഏൽപ്പിച്ച അമാനത്തായ ഭാര്യമക്കളിലും സന്തോഷവും ഹൈറും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും അറിവ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന സ്വർഗസ്ഥരായ കുടുംബങ്ങളിൽ നീ ഞങ്ങളെല്ലാവരുടെയും കുടുംബത്തെ നീ ആക്കി തരണം റഹ്മാനേ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.